സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. പെരുമ്പാവൂരും പായിപ്പാടും ലഹരി മരുന്നിന്റെ ഭീഷണിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ കേരളത്തിലെ രണ്ട് നല്ല ഇടങ്ങൾ. അവയിപ്പോൾ ലഹരി മരുന്നിനെ അടിച്ചു പറത്തുന്ന തൂഫാന്റെ പാതയിലെ ഉണർവുള്ള നാഴികക്കല്ലുകളാണ്. ഇനി ശാശ്വത സ്മാരക ശിലകളാകാനും കേരളം കാത്തിരിക്കുന്നു. കാത്തിരിപ്പ് എത്ര നാൾ വേണ്ടിവരും? മറ്റൊരു നീണ്ട ചോദ്യം കൂടി. ലഹരി മാഫിയയുടെ നീരാളി കൈകളല്ലാതെ ഒരു നീരാളി തലയെങ്കിലും എന്നാണ് വെളിപ്പെടുക? എന്നാണ് കുടുങ്ങുക? ഇതുവരെയും അത്തരം ഒരു കനപ്പെട്ട തല വെളിച്ചത്തായിട്ടില്ല. ഓപ്പറേഷൻ തൂഫാൻ നൽകുന്ന പ്രതീക്ഷയിലാണ് ചോദ്യം. മയക്കുമരുന്ന് മാഫിയയ്ക്ക് അതിർത്തികളില്ല, രാജ്യത്തായാലും പുറത്തായാലും. പക്ഷേ പോലീസിന് അധികാരത്തിന്റെ അതിർത്തികളുണ്ട്. അതാണ് മനുഷ്യരാകെ നേരിടുന്ന വെല്ലുവിളി. തൂഫാൻ പോലെയൊന്ന് കേരളത്തിൽ സംഭവിക്കുമെന്നോ, മയക്കുമരുന്നിനെതിരെ ഇത്തരത്തിൽ ബഹുമുഖമായ നിർവിരാമ നീക്കം ഉണ്ടാകുമെന്നോ ആരും കരുതിയില്ല. ലഹരി പദാർത്ഥ വേട്ടയ്ക്കൊപ്പം കേരളത്തിലെ തലമുറകളെയാകെ മനസ്സുകൊണ്ടെങ്കിലും മയക്കുവിരുദ്ധ പോരാളികളാക്കി മാറ്റുന്ന രക്ഷാപ്രസ്ഥാനം കൂടിയാകാൻ ഇതുവരെ തൂഫാന് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതലമുറകളെല്ലാം മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു ഭീകര അഭിപ്രായ സത്യം ദുന്ദുബി പോലെ തലമുറകളുടെ തലച്ചോറിൽ മുഴക്കാനും തൂഫാൻ ജാഗരണത്തിന് കഴിയുന്നുണ്ട്. മയക്കുമരുന്ന് നിങ്ങളെ ഭ്രാന്തന്മാരും ഭ്രാന്തികളുമാക്കും. രാസലഹരി നിങ്ങളുടെ തലച്ചോറിനെ തിന്നും. നിങ്ങൾ മനുഷ്യജീവികളെ അല്ലാതാകും എന്ന ഭയാനക സത്യം ലഹരി മരുന്ന് കേന്ദ്രങ്ങളെയും വിൽപ്പനക്കാരെയും ചുഴലിക്കാറ്റ് പോലെ ചുഴറ്റുന്നെങ്കിലും ജനങ്ങൾക്കത് കുളിർമ പകരുന്ന മന്ദമാരുതനാണ്. അത്ര വലുതായിരുന്നു കുടുംബങ്ങളും സമൂഹവും നേരിട്ടിരുന്ന ഭീതിയും ഭീഷണിയും തകർച്ചയും വേദനയും. ഇത് പറയുമ്പോഴും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ ലക്ഷ്യം വേറെയാണ്. പോലീസിന്റെ കരം ലഹരി മരുന്നുകളുടെ യഥാർത്ഥ ഉറവിടങ്ങളിൽ എത്തണം. അമ്പരിപ്പിക്കുന്ന തോതിൽ ഇതിനകം നിരവധി പേർ കുടുങ്ങുകയും ലഹരി വസ്തുക്കൾ പിടിയിലാകുകയും ചെയ്തിട്ടും ഈ നീരാളിയുടെ കൈകൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ഗണിച്ചെടുക്കാൻ പോലീസിനോ ജനങ്ങൾക്കോ കഴിയുന്നില്ല. സർക്കാരിന്റെ ആത്മാർത്ഥതയും പോലീസിന്റെ ശുഷ്കാന്തിയും സംശയാതീതമാണ്. ഓരോ കേസും പിടികൂടുമ്പോൾ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുമെന്ന് പോലീസും ലഹരി മാഫിയയുടെ വേരിറക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും പറയുന്നത് ജനങ്ങൾ ആശ്വാസത്തോടെ ഉൾക്കൊള്ളുന്നുമുണ്ട്. ഉറവിടങ്ങളെ പിടികൂടുക എളുപ്പമല്ലെന്നറിയാം. ഒരു വട്ടം നശിപ്പിച്ചത് കൊണ്ട് ഇല്ലാതാകുന്നതുമല്ല ഈ പൈശാചിക ചങ്ങല. മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിന്റെ കണ്ണികളായി സർവരെയും ഞെട്ടിച്ച അധ്യാപിക ത്രയം പോലും യഥാർത്ഥത്തിലുള്ള ഭീകര ചിത്രത്തിന്റെ ഒരു ബിന്ദു മാത്രമെന്നേ കരുതാനാകൂ. ആരൊക്കെ ഇനി വെളിപ്പെടാനിരിക്കുന്നു എന്ന് ഊഹിക്കാൻ പോലും നിവൃത്തിയില്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇരകൾ കൂടിയാണ് പോലീസ് ഇതിനകം കണ്ടെത്തിയ പലരും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറാൻ ഈ അധ്യാപികമാരെ പോലുള്ളവരെ മയക്കുമരുന്ന് മാഫിയ ശീലിപ്പിക്കുന്നതാണോ, സ്ഥാനങ്ങളിലുള്ളവരെ വലവീശി പിടിച്ച് കണ്ണികളാക്കുന്നതാണോ എന്നതും വ്യക്തമല്ല. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് ചരിത്രം സൃഷ്ടിക്കുമ്പോഴും ലഹരി മരുന്നിന്റെ നീരാളി കൈകളെ നിയന്ത്രിക്കുന്ന നീരാളി തലകളെ കുടുക്കുക എന്ന ലക്ഷ്യം അകലത്തിലാണ്. അത് സംഭവിക്കുന്നത് വരെ വാലുമുറിക്കുന്ന പല്ലിയെ പോലെ കുടുങ്ങിയ കരങ്ങളെ വിച്ഛേദിച്ച് യഥാർത്ഥ മാഫിയ തലകൾ പുതിയ കരങ്ങളുമായി വീണ്ടും പണി തുടങ്ങും. ഈ തലകൾ കേരളത്തിലാകില്ല എന്ന് പോലീസ് പറയാതെ തന്നെ ജനങ്ങൾക്ക് നിശ്ചയമുണ്ട്. അന്താരാഷ്ട്ര ബന്ധം ഊഹിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് പോലീസിന്റെ കരം ആ തലകൾ വരെ എത്ര കാത്തിരിപ്പ് വേണ്ടി വരുമെന്ന് ചോദിച്ചു പോകുന്നത്. ഇപ്പോഴത്തെ തൂഫാൻ പ്രതീക്ഷകൾക്കെല്ലാം മേലെ ഈ ചോദ്യം നിലനിൽക്കുകയാണ്. തൂഫാൻ സംരംഭത്തെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും കൂടി ഒന്നിച്ചാലേ നാർക്കോ മാഫിയയുടെ ഉറവിടം തകർക്കാൻ കഴിഞ്ഞേക്കൂ. പക്ഷെ കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ ലഹരി മരുന്നിന്റെ ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ സർക്കാരിനും പോലീസിനും കഴിയും.
അതിലാണ് ജനങ്ങളുടെ വലിയ പ്രതീക്ഷ. ആരംഭശൂരത്വം കൊണ്ട് അവസാനിപ്പിക്കാതെ ജനങ്ങളെ ഒന്നടങ്കം ലഹരി മരുന്ന് വിരുദ്ധ പോരാളികളാക്കുന്ന തൂഫാന്റെ അന്തിമ ശൂരത്വവും യഥാർത്ഥ വേട്ടയും വൈകാതെ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതിനാണ് കേരളത്തിന്റെ ഈ കാത്തിരിപ്പ്. ഒരു ഘട്ടത്തിലും അതിനുള്ള മന്ത്രിയുടെയോ പോലീസിന്റെയോ വീര്യം വഴിമാറിപ്പോകരുതെന്ന് മാത്രം. ടി ജി മോഹൻദാസിനെ RSS തള്ളിയത്രേ. ഉവേ കേരളം വിശ്വസിച്ചു എന്ന് പറഞ്ഞ് തള്ളാമെന്നല്ലാതെ ഈ തള്ളിനോട് എന്തു പറയാൻ? ടി ജി ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരു വേഷം കെട്ട് വേണം. പ്രത്യേകിച്ച് മനസാക്ഷി നഷ്ടപ്പെടാത്ത സ്വജാതി സ്വമത സഹോദരങ്ങളെ വിശ്വസിപ്പിക്കാൻ. അതിനാണല്ലോ RSSന്റെ പേരിലെ തള്ളൽ കഥ. ടി ജി പറഞ്ഞതൊക്കെ സമാന മനസ്കർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവർക്കോ ടി ജിക്കോ യാതൊരു നിലപാട് മാറ്റവുമില്ല. അത്തരം ഒരുപാട് പേർ അത് ആഘോഷിക്കുന്നുമുണ്ട്. ഡൽഹി ഭരിക്കുന്നത് അവരായിരുന്നെങ്കിൽ ടി ജി പറഞ്ഞതുപോലെ അവരും വിദ്യാർത്ഥികളോട് ചെയ്തേനെ എന്ന മട്ടിൽ, പെൺകുട്ടികളെ കുറിച്ച് അതേമാതിരി പറഞ്ഞേനെ എന്ന ഭാവത്തിലും കമന്റ് ബോക്സുകളിൽ തിരഞ്ഞാൽ അവരുടെ ഉള്ളിലിരിപ്പറിയാം. RSS എന്തിനെ ടി ജിയെ തള്ളിപ്പറയണം? RSS സൈദ്ധാന്തികനും പ്രചാരകനുമെന്ന് വിമർശകരും തങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആരുമല്ലെന്ന് RSSും ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന വിശേഷപ്പെട്ട വ്യക്തിയാണല്ലോ ടി ജി മോഹൻദാസ്. ആരുമല്ലാത്ത ആളെ തള്ളിപ്പറയേണ്ട ആവശ്യമുണ്ടോ? അതിനുവേണ്ടി കോഴി 3 തവണ കൂവണോ? അല്ലെങ്കിൽ തന്നെ എവിടെയാണ് തള്ളലല്ലാതെ തള്ളിപ്പറച്ചിൽ നടന്നത്? ആകെ കേട്ടത് ഇതാണ്. ടി ജി മോഹൻദാസ് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണത്രേ. അത് RSSന്റെ നിലപാടല്ലത്രേ. അത് ഹീനവും ഒരിക്കലും പറയാൻ പാടില്ലാത്തത്ര അധമവുമാണെന്ന് അവർ തെളിച്ചു പറഞ്ഞില്ല. ടി ജിയുടെ പ്രായത്തിനും നാടിന്റെ സംസ്കാരത്തിനും നിരക്കാത്തതാണെന്നും കൂടി ഒരു തവണ, ഒറ്റ തവണ RSS നേതാക്കൾ പറയുന്നത് കേൾക്കാൻ ജനങ്ങൾ കൊതിച്ചു. പക്ഷേ ആര് പറയാൻ? ടി ജിയുടെ വ്യക്തിപരമായ അഭിപ്രായമെന്നും RSSന്റെ നിലപാടല്ലെന്നും മാത്രം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മോഹൻദാസ് പറഞ്ഞതൊക്കെ സംഘസഹയാത്രികരുടെ വ്യക്തിപരമായ അഭിപ്രായമായി ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നോ? RSSന്റെ നിലപാടല്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതും എന്താണ്? ഉള്ളിലിരിക്കേണ്ട കാര്യം തൽക്കാലം പരസ്യമായി എല്ലാവരും കേൾക്കെ പറയുന്നത് തങ്ങളുടെ നിലപാടല്ല എന്ന കൗശലവാചകമാണോ? അങ്ങനെ കരുതാൻ ന്യായമുണ്ട്. മോഹൻദാസിന്റെ അതേ താളത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പരമ്പര ഇല്ലാതാക്കാൻ അറിയാം എന്ന് കർണാടകത്തിലെ ഒരു BJP MP പുലമ്പിയത്. അതും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണല്ലോ. സംഘഗണത്തിന് പരസ്യമായ പങ്കേയില്ല. പക്ഷേ ഇത്തരം വ്യക്തിപരമായ അഭിപ്രായങ്ങളുമായി സംഘവണ്ടി നിറയെ ആളുകളുണ്ട്. അവർ അതേപടി തന്നെ സംഘാധികൃതർക്ക് സ്വീകാര്യർ. പക്ഷേ ഉള്ളിലുള്ളത് തൽക്കാലം പരസ്യമായി പറയേണ്ട പോലും. സംഘസഹയാത്രികർ കേരളത്തിലെ മോഹൻദാസും അടുത്ത കാലത്ത് തലപൊക്കിയ മറ്റു ചിലരുമായാലും കർണാടകത്തിലെ MLA പോലുള്ളവരോ ഉത്തരേന്ത്യയിലെ വർഗീയവാദികളോ ആയാലും ഇതേ മട്ടിൽ, ഒരേ മട്ടിൽ പറയുന്നതിനെ കുറിച്ച് RSS നേതാക്കൾക്ക് യാതൊരു അറിവുമില്ലെന്ന് ജനങ്ങൾ വിശ്വസിക്കണം. സത്യത്തിൽ ഇത് സംഘ സമൂഹത്തിന്റെ വ്യവസ്ഥിത സമ്പ്രദായം തന്നെയാണോ? വിശ്വസ്തരെ നിയോഗിച്ച് ജാതി മത വിദ്വേഷവും വർഗീയതയും ഹിംസാത്മകതയും സമൂഹത്തിൽ ഭിന്നതയും പ്രചരിപ്പിക്കുക, ആവശ്യം പോലെ തള്ളിപ്പറയൽ നാടകത്തിൽ അതികൗശല വേഷം കെട്ടിക്കുക എന്നത് പ്രസ്ഥാനവുമായി നേരിട്ടുള്ള പ്രകടമായ ബന്ധം ചൂണ്ടിക്കാട്ടാൻ കഴിയാത്ത വിധത്തിൽ അവരെ നിയോഗിക്കുന്നതും തന്ത്രമാണോ? ടി ജിക്കെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യിക്കാനും ബഹളം കൂട്ടുന്നവർക്ക്
തൽക്കാലത്തെ വികാര വിക്ഷേപമൊന്ന് അടങ്ങിക്കിട്ടിയാൽ മതിയായിരിക്കാം. സത്യത്തിൽ തിരിച്ചറിവ് വേണ്ടുന്നത് അവർക്കല്ല, ഈ സംഘഗണം മാത്രമാണ് യഥാർത്ഥ ദേശസ്നേഹികളെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കാണ്. ഇവർ തങ്ങളുടെ മത സാംസ്കാരിക സ്വത്വം ഉയർത്തിപ്പിടിച്ച് തങ്ങളെയും ദേശത്തെയും ഉന്നതിയിലെത്തിക്കുമെന്നും കൂടി വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്ന ജാതി മതമിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കുമാണ്. ഇത്രയും കാലം തങ്ങളെ തീണ്ടാൻ അനുവദിക്കാതെ അകറ്റി നിർത്തിയ വർഗീയ വിഷചിന്തയെ ഇനിയും അകലത്തിൽ തന്നെ നിർത്താനുള്ള ബോധ്യം അവർക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അവർ വസ്തുത തിരിച്ചറിയാതിരിക്കാനാണല്ലോ ചില നേതാക്കൾ ടി.ജി. മോഹൻദാസിന്റെ വിദ്വേഷ സാഹിത്യത്തെ തള്ളിപ്പറയുന്ന ഭാവരസം മുഖത്ത് കാട്ടുന്നത്. ഭാവനയിൽ നിന്ന് എടുത്തതാണെന്ന് ടി.ജി. തന്നെ ന്യായീകരിക്കുകയും സാങ്കല്പിക ഭാഷണമെന്ന് മറ്റു പലരും ലഘൂകരിക്കുകയും ചെയ്യുന്ന നിലയ്ക്ക് ടി.ജിയുടേത് കാവ്യ സർഗാത്മക വചനങ്ങളായി കരുതേണ്ടി വരുമായിരിക്കും. അറസ്റ്റിനു വേണ്ടിയുള്ള ബഹളം കൊണ്ട് ഫലത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയൊരു വയോധികൻ സംഘഗണത്തിന്റെ ആകെ ദേശീയ ഹീറോ ആകാൻ വഴിയൊരുക്കുക എന്നതാകും. കൂടാതെ ഇത്തരം മനോനിലക്കാരെ ആകെ ഈ നിലപാടിന്റെ സബ്സ്ക്രൈബർമാരാക്കി ഉറപ്പിക്കുക എന്നതും. മതരാഷ്ട്രീയ ഫാസിസത്തെയും ഏക സംസ്കാരവാദത്തെയും എതിർക്കുന്നവരുടെ വൈകാരിക ക്ഷോഭമല്ല ടി.ജി. മോഹൻദാസ്മാർക്കുള്ള പ്രതിവിധി. അത് വ്യാമോഹത്താൽ ഇത്തരക്കാർക്കൊപ്പം നിൽക്കാമെന്ന് ചിന്തിക്കുന്നവരുടെ പക്കലാണുള്ളത്. അവർ അറിഞ്ഞതും ശീലിച്ചതുമായ സനാതന ധർമ്മമോ അതിന്റെ പാഠങ്ങളോ അല്ല ഇക്കൂട്ടർ ഉദ്ദേശിക്കുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പണ്ടു പറഞ്ഞവരെ സൗകര്യം പോലെ ഉദ്ധരിച്ച് സനാതന ധാർമ്മികത ഭാവിക്കുന്നവർക്ക് ധർമ്മമോ ധാർമ്മികതയോ സനാതനമായ എന്തെങ്കിലും മൂല്യമോ വിലപ്പെട്ടതല്ല. എതിർക്കുന്നവരുടെ പരമ്പര ഇല്ലാതാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതിന് മടിക്കില്ലെന്ന് ചെയ്ത് കാണിക്കുകയും അതേ നിമിഷം ലോകത്തിനാകെ സുഖം ഭവിക്കട്ടെ എന്ന് മുതൽ മുടക്കില്ലാതെ പറയുകയും ചെയ്യുന്ന കപട ദേശസ്നേഹ ധർമ്മവാദികളെ തങ്ങൾ ചുമക്കണോ എന്ന് ഭൂരിപക്ഷ ഭാരത ജനതയ്ക്ക് തീർച്ചയായും അറിയാം. ഡൽഹിയിലെ CJP സമരം മത സാംസ്കാരിക ഫാസിസ്റ്റ് അമ്ലതയുടെ ലിറ്റ്മസ് ടെസ്റ്റ് ആയിരുന്നു. പരിശോധനയിൽ ടി.ജി. എന്ന ലിറ്റ്മസ് കടലാസ് ചോരയുടെ നിറത്തിൽ ചുവന്ന് സ്വന്തം അമ്ല തീവ്രത വെളിപ്പെടുത്തി. നാവിന്റെ മാത്രമല്ല ഉള്ളിന്റെയും. ഇത്തരം അസിഡിക് ഉള്ളിലിരിപ്പുകളെ തിരിച്ചറിയാതെ സ്വമതം സ്വജാതി എന്ന പരിഗണനയാൽ അവർ ദേശത്തിനും തങ്ങൾക്കും രക്ഷകരാകുമെന്ന് കരുതുന്നവർ ഏറെക്കാലം വഞ്ചിക്കപ്പെടാൻ സ്വയം വിട്ടുകൊടുക്കില്ലെന്ന് കരുതുക. ഒരു കാര്യത്തിൽ മറ്റാർക്കും സംശയമില്ല, ഭാരതത്തിലെ ഭൂരിപക്ഷ മതസമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ഗണം ഇത്തരം ഹീനതകളെ അറിഞ്ഞുകൊണ്ട് പിന്തുണക്കുകയോ ശരിവെക്കുകയോ ചെയ്യുന്നവരല്ല. മറിച്ചായിരുന്നെങ്കിൽ ഭാരതം എന്നേ മറ്റൊരു നാടായി മാറിയേനെ. ലോകത്തിന്റെ ഏതു കോണിലും പോയി അഭിമാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നവരാണ് ഭാരതീയർ. ഭാരതത്തിന്റെ മക്കൾ എന്ന നിലയ്ക്ക് എല്ലാവർക്കും മിത്രവും എല്ലാവർക്കും സ്വീകാര്യരുമായിരുന്നു ഇന്ത്യൻ പൗരർ. എരിനാവോ എരിവാക്കോ ഇല്ലാത്ത ഭാരതീയ പൗരത്വത്തിന്റെ അടയാളമായാണ് ഭൂരിപക്ഷ ഇന്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരെ ലോകർ ആദരവോടെ കണ്ടത്. അതേ ഭൂരിപക്ഷ ഇന്ത്യൻ പൗരരെ ലിറ്റ്മസിന്റെ നിറം ചുവപ്പാക്കുന്നവരായി ലോകം കണ്ടു തുടങ്ങാൻ ഇത്തരം കുറെ പേരുടെ സ്വയം വെളിപ്പെടൽ മതിയാകും. അതിന്റെ നഷ്ടം എല്ലാ ഭാരതീയ പൗരർക്കുമായിരിക്കും. ഒരു നേതാവിന്റെയും പ്രഭ പ്രചാരണ ലൈസൻസുകളുടെ ഉജ്ജ്വലിപ്പിച്ച് ലോകരുടെ കണ്ണഞ്ചിപ്പിക്കാനോ ലോകത്തെ മാറ്റിമറിക്കാനോ കഴിയില്ല. 140 കോടി ഇന്ത്യക്കാരുടെ ജനാധിപത്യ ബലത്തെയും ധാർമ്മിക ശക്തിയെയും ഉപഭോക്തൃശേഷിയെയും അല്ലാതെ RSS വാഴിക്കുന്ന ഒരു നേതൃവേഷത്തെയും ലോകം വലുതായി കാണുന്നില്ലെന്ന് കേരളത്തിലെ ഖോദി മാധ്യമ അവതാരങ്ങൾ മോഹൻദാസിനെ പോലുള്ളവരെയെങ്കിലും ഉപദേശിക്കുമോ? ടി.ജി. ഇത്രയും പറഞ്ഞു വെച്ചെങ്കിൽ ബാക്കി പറയാൻ
മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ചിലരും രംഗത്തുണ്ട്. ചില അക്കാദമിക് അവതാരകർ. കോക്രോച്ച് പാർട്ടിയുടെ സമരത്തെ പിന്തുണയ്ക്കാൻ ക്രൈസ്തവ വൈദികർ എത്തിയെന്ന പ്രചാരണം വരെ. അതിന്റെ ഉറവിടമായത് മെയ് മാസത്തിൽ മീററ്റിൽ നടന്ന ക്രൈസ്തവ തീർത്ഥാടനത്തിന്റെ വീഡിയോ ദൃശ്യത്തെ ജന്തർ മന്ദറിലെ സമരത്തോട് വ്യാജമായി ബന്ധിപ്പിച്ച സോഷ്യൽ മീഡിയ തട്ടിപ്പ്. പക്ഷേ ഫാക്ട് ചെക്കിന് പോലും തയ്യാറാകാതെ ഇവിടുത്തെ ചില അക്കാദമിക സംഘ പ്രചാരകർ അതങ്ങോട്ട് ഏറ്റെടുത്തു. വർഗീയ ഫാസിസം MDMA പോലെ രക്തത്തിലും തലച്ചോറിലും കളർന്നു കഴിഞ്ഞ അവതാരകരെ ഇനി പഴിച്ചിട്ട് എന്ത് കാര്യം? അത്തരം വൃക്ഷങ്ങൾ തനിയേ ദ്രവിച്ചുണങ്ങട്ടെ എന്നേ കരുതാനുള്ളൂ. എന്തു ചെയ്താലും നേതൃസ്തുതി മാത്രം പറയണമെന്ന് നിർബന്ധമുള്ള ഗോധി മാധ്യമങ്ങളും മലയാളത്തിലെ വാലുകളും ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നതിൽ അർത്ഥമില്ല. CJP സമര നിമിത്തം കേന്ദ്രമന്ത്രി രാജിവെച്ചത് സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഗോധി മാധ്യമങ്ങളുടെ കണക്കിൽ അത് അതിബുദ്ധിപരമായ തീരുമാനമാണ്. പൊങ്ങച്ചവും സ്തുതിയും ഇങ്ങനെയും ആകാമെന്ന് കേരളത്തിലെ ചില യൂട്യൂബർമാരും തെളിയിച്ചു കഴിഞ്ഞു. ബുദ്ധിപരമായ തീരുമാനമാണെന്നതിൽ സംശയമൊന്നുമില്ല. കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടാതിരിക്കാൻ വൈകിയാണെങ്കിലും വകതിരിവ് കാട്ടുന്നത് നല്ലത്. അതിനെ പ്രശംസിക്കണം. അത് കാസ്പ്രോവിന്റെ കരുനീക്കം പോലെ ബുദ്ധിവിലാസമാണെന്നും കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിലെല്ലാം മഹാബുദ്ധിശാലിത്വമുണ്ടെന്നും എതിർക്കുന്നവരെല്ലാം ഭോഷന്മാരാണെന്നും പറഞ്ഞു വെക്കുന്നതോ? ഒപ്പം പറയേണ്ടുന്ന മറ്റൊരു കാര്യവുമുണ്ട്. ചെറുപ്പക്കാർ വ്യവസ്ഥിതിയെ പാടെ അവഗണിച്ച് വൈകാരികമായി മാത്രം സംഘടിക്കുമ്പോൾ ആലോചനയില്ലാതെ സന്തോഷിക്കുന്നവർ ഇന്നു ഞാൻ നാളെ നീ എന്ന പാഠം മറക്കേണ്ട. ജൻസി ക്ഷോഭവും പ്രക്ഷോഭവും ഇരുതലവാളല്ല, ബഹുതലവാളാണ്. ആർക്കെതിരെയും അത് തിരിയാം. ഭരണഘടനയെ വെല്ലുവിളിക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ അതിവൈകാരികമായി നിന്ദിക്കുകയും ചെയ്യുന്നിടം വരെ ജൻസിയുടെ വൈകാരിക ക്ഷോഭവും നീക്കങ്ങളും വഴിതിരിയാം. മതയാനയെ മെരുക്കുന്ന ക്ഷമയും കരുതലും ജാഗ്രതയുമാണ് ഇക്കാര്യത്തിലും സമൂഹ നായകർക്ക് വേണ്ടത്. അധികാരികളുടെ പിശകുകൾക്കെതിരെ ആയതിനാൽ ജൻസി ക്ഷോഭത്തെ ഏതളവിലും പിന്തുണയ്ക്കാമെന്ന് കരുതുന്നവർ ആ വാൾ തങ്ങൾക്ക് നേരെ തിരിയുന്ന നാളിനെയും മനസ്സിൽ കരുതണം. ജൻസി ഗണം നിയന്ത്രണമില്ലാതെ പായാൻ കൂട്ടുനിൽക്കരുതെന്ന് അവരുടെ പെരുമാറ്റം പാഠവും മുന്നറിയിപ്പും നൽകുന്നുമുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭം ചരിത്രത്തിൽ പല ഭരണകൂട മാറ്റങ്ങൾക്കും വഴിമരുന്നിട്ടിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ചാൾസ് ഡിഗോളിന്റെ അന്തിമ രാജിക്ക് കാരണമായ പ്രക്ഷോഭം സർവകലാശാലകളിൽ തുടക്കമിട്ടതാണ്. പക്ഷെ അത് വൈകാരിക മാത്രമായ നീക്കമായിരുന്നില്ല. ജൻസി ഗണത്തെയാകെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് പ്രക്ഷുബ്ധമാക്കാമെന്ന ഇന്നത്തെ അവസ്ഥയായിരുന്നില്ല ചരിത്രത്തിലേത്. അതുകൊണ്ട് തന്നെയാണ് പ്രായത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പക്വതയുള്ള എല്ലാ വിഭാഗത്തിനും ഇക്കാര്യത്തിൽ ജാഗ്രത ആവശ്യമായി വരുന്നത്.